അല്ല, ജനങ്ങളാണ്, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. അല്ല, സോഷ്യൽ മീഡിയ പ്രളയങ്ങളല്ല വനിതാ എന്നല്ല, ഏത് സ്ഥാനാർത്ഥികളും നിയമസഭയിലേക്കാണ് പോകുന്നത്. നിയമസഭയിൽ പോകുമ്പോൾ പ്രദേശത്തിന്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം, മറ്റു കാര്യങ്ങൾ. ഇപ്പൊ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി ഒരു 5 കൊല്ലം കോർപ്പറേഷനിൽ നിന്നിട്ട് അവര് തെളിയിച്ച് കാണിക്കട്ടെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ. അങ്ങനെ തലമുറ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അഫീഫ, ഒരുപാട് റുമൈസ, ഒരുപാട് കുട്ടികളുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ജില്ലാ ഡിവിഷനിൽ കടലുണ്ടിയിൽ ആ സ്ഥാനാർത്ഥിക്ക് അല്ല, വ്യക്തി എന്ന് പറയുന്നത് ആ സ്ഥാനാർത്ഥിക്ക് കുഴപ്പം എന്തെന്ന് വെച്ചാൽ അവർ കുറ്റിച്ചിറയിലെ കൗൺസിലറാണ്. അത്രക്കും ലീഗിലോ യുവാക്കളിലോ യുവതികളിലോ എണ്ണം കുറവുണ്ടോ? ഓ, അവർക്കെതിരെ പ്രശ്നത്തിൻ്റെതല്ല പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അയോഗ്യതയായി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഹരിത എന്ന വിവാദം സൃഷ്ടിച്ചവരാണ്. അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂല്യങ്ങളില്ലേ. ഇത്രയും കാലത്തിന്റെ ഇടയിൽ പാണക്കാട് കുടുംബങ്ങളെ ഇത്ര അധികം മോശമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തോട് ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റില്ല. അതെ, അതുകൊണ്ടാണ് ഞങ്ങളെ വിയോജിപ്പ് പറയുന്നത്. ഞങ്ങൾ കൊടുക്കരുത് എന്ന് ആദ്യമേ ഞങ്ങളുടെ വിയോജിപ്പ് പറഞ്ഞിരുന്നു. തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. ഞങ്ങൾ ആ പാണക്കാട് കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ്. ലോകത്താരും തങ്ങന്മാർക്കെതിരെ സംസാരിച്ചിട്ടില്ല. പാർട്ടി സാദിഖലി തങ്ങളെ 4ാം ഖലീഫ എന്ന് വിളിച്ചത്. നിങ്ങൾക്ക് ഇന്ന് വിരലിട്ടാൽ അതൊക്കെ കിടകിടന്ന് പറഞ്ഞ് വരും. പഴയ കാലമല്ല, പ്രിന്റ് മീഡിയ ആണെങ്കിൽ നമുക്ക് നിഷേധിക്കാം. ആർക്കാണ് PK നവാസിനെതിരെ അല്ല, തങ്ങളെയും തങ്ങളെ 4ാം ഖലീഫ എന്നാ വിളിച്ചത്. അപ്പൊ 4ാം ഖലീഫനെയും മോശമാക്കി പറഞ്ഞു, തങ്ങളെയും മോശമാക്കി പറഞ്ഞു. എന്നാൽ അതിൽ ഉറച്ചു നിൽക്കണ്ടേ? ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി ഏതറ്റം വരെയും ആ പരാതിയുമായി കേസ് നടത്തി മുന്നോട്ട് പോകണ്ടേ?